അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം. പക്ഷെ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവരോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ടു? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20ഓളം ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20ഓളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. 20 വേണ്ട ഉസ്താദെ, ഒരെണ്ണം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ നിന്ന്? ഒരെണ്ണം ഇരു സമസ്തയുടെയും നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു. ഒരെണ്ണമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്കിടയിൽ ഇടയാളന്മാർ വേണമെന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ ആയത്ത് പോലും വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്ന വാദത്തിന് എതിരായിട്ട് ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് താനും. അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു തആല പറയുന്ന ഖിതാബായി പറയുന്ന ഒരായത്തുണ്ട്. നബിയെ, താങ്കൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരുന്ന നബിയോട് ജനങ്ങൾ വന്ന് ചോദിക്കും, വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ നബിയെ താങ്കളോട് ചോദിക്കും, അന്നി, എന്നെ കുറിച്ച്. അവരോട് പറയണം, നബിയെ, എന്നോട് പ്രാർത്ഥിക്കാൻ ഇടയാളന്മാർ വേണമെന്നല്ല പറയാൻ പറഞ്ഞത്. ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ, എന്നെ ആരെങ്കിലും നേരിട്ട് വിളിച്ച് തേടുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ അവരുടെ സമീപത്തുണ്ടെന്ന് പറയണം നബിയെ. എനിക്ക് ഇടയാളന്മാർ വേണമെന്നല്ല, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഫൽയസ്തജീബു ലീ, അവരെനിക്ക് ഉത്തരം ചെയ്യട്ടെ, ഞാൻ പറയുന്നതിന് അവർ ഉത്തരം ചെയ്യട്ടെ. വൽയുഅ്മിനു ബി, അവരെന്നിൽ വിശ്വാസം അർപ്പിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചേക്കും. സന്മാർഗം സിദ്ധിക്കാനുള്ള മാർഗം അവരെന്നെ നേരിട്ട് വിളിച്ച് തേടലാണ്. ഇതേ അദ്ദേഹവും പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ തന്നെയുള്ള ഒരു പ്രയോഗം. അള്ളാഹ് ഖുർആനിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലാതെ ഇളയാളന്മാർ വേണമെന്നല്ല. മാത്രല്ല, അള്ളാഹുവിന്റെ ഖുർആനിൽ വീണ്ടും കാണാം, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, അള്ളയാണ് പറയുന്നത്, ഉദ്ഊനി, നിങ്ങൾ എന്നെ മാത്രം, എന്നെ നേരിട്ട് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, കാരണം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്ത് ഓതിയിട്ട് ഒരു ഹദീസ് പഠിപ്പിക്കുന്നത്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്. എന്നിട്ട് അള്ളാന്റെ ഖുർആനിൽ നിന്ന് ആയത്തോത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ മാത്രം വിളിച്ച് തേടുവീൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. നേരിട്ട് വിളിച്ച് തേടുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, ഈ പ്രാർത്ഥന ഒരു ആരാധനയാണ്. ആ ആരാധന എനിക്ക് മാത്രം നൽകുന്നതില്ലെന്ന് അഹങ്കരിക്കുന്നവരാരോ, അതിനിടയിൽ ഇടയാളന്മാരെ വെച്ച് ആരാധനകളുടെ പരിധിയിൽ വരുന്നത് അവർക്ക് സമർപ്പിച്ച് അങ്ങനെ എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും അതിൽ അഹങ്കാരം കാണിക്കുന്നവരും സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദരും നികൃഷ്ടരുമായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങളുടെ റബ്ബ് പറയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ.